ഈ നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ശ്രീ ജയമോഹൻ്റെ ആരാധകരാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതിൽ വളരെ സന്തോഷം. സ്വാഗതം സർ. ഇത് ടൈറ്റിൽ ദ്രാവിഡ സിംഹാസനങ്ങൾ എന്നതാണ്. അതുകൊണ്ട് തന്നെ ദ്രാവിഡ ഭാഷാ സംസ്കാരം ഒന്ന് എത്തി നോക്കിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. 2 ഭാഷകളിൽ എഴുതുന്ന ദ്രാവിഡ സിംഹാസനത്തിലിരിക്കുന്ന ഒരാളുടെ ഒപ്പമാണ് ഞാൻ ഇരിക്കുന്നതെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് അതിൽ നിന്ന് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് റോയൽ സൊസൈറ്റി ഓപ്പൺ സയൻസിൽ ഒരു ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ദ്രാവിഡ ഭാഷകളുടെ ഉത്ഭവ ചരിത്രത്തെക്കുറിച്ചാണ്. പ്രാഗ് ദ്രാവിഡ ഭാഷയ്ക്ക് ഏതാണ്ട് 6500 വർഷത്തോളം പഴക്കമുണ്ട് എന്ന് തെളിയിക്കുന്ന പഠനമായിരുന്നു അത്. മുൻപ് പ്രാഗ് ദ്രാവിഡ ഭാഷയ്ക്ക് ഏതാണ്ട് 4200 വർഷത്തെ പഴക്കമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. ഈ പ്രാഗ് ദ്രാവിഡ ഭാഷയിൽ നിന്ന് ആദ്യം പിരിഞ്ഞു പോയ ഭാഷയ്ക്ക് തന്നെ 4500 വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. മലയാള ഭാഷയുടെ പ്രായം നോക്കുകയാണെങ്കിൽ ഈ കണക്കനുസരിച്ച് 1500 വർഷത്തെ പഴക്കമേ ഉള്ളൂ. അപ്രകാരം നോക്കുമ്പോൾ തമിഴ് ഭാഷയ്ക്ക് ഏതാണ്ട് പുതിയ കണക്കനുസരിച്ച് 4000 വർഷത്തെ പഴക്കം നമുക്ക് കൽപ്പിക്കാനാകും. തമിഴിൻ്റെ പര്യായമായിട്ട് തന്നെ ദ്രാവിഡം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതാണ്ട് 35ഓളം ഭാഷകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും സംസാരിക്കുന്ന, അഫ്ഗാനിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സംസാരിക്കുന്ന ബ്രാഹ്മി അടക്കം സവിശേഷമായ പ്രാധാന്യമുള്ള ഭാഷകളെയെല്ലാം ചേർത്തിട്ടാണ് ദ്രാവിഡ ഭാഷ എന്ന് പറയാറുള്ളതെങ്കിലും തമിഴിൻ്റെ പര്യായം പോലെയാണ് ഇപ്പോൾ അത് ഉപയോഗിക്കപ്പെടുന്നത്. തമിഴ് ഭാഷയാകട്ടെ നമുക്കേവർക്കും അറിയാവുന്നതുപോലെ അകമെന്നും പുറമെന്നും വേർതിരിവോടുകൂടിയ സമ്പുഷ്ടമായ സംഘ സാഹിത്യം, കടലിനോടും സൂര്യനോടും കാറ്റിനോടും കാടിനോടും ഒപ്പം പിറന്ന ഭാഷയെന്ന് ഭാരതിദാസൻ പറഞ്ഞിട്ടുള്ള ഭാഷ. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ 2 കണ്ണുകളിൽ ഒന്നാണെന്ന് പറഞ്ഞിട്ടുള്ള ഭാഷ മറ്റൊന്ന് സംസ്കൃതം. ഈ രീതിയിൽ ധാരാളം വിശേഷണങ്ങൾ തമിഴ് ഭാഷയ്ക്കുണ്ട്. മലയാളത്തിനാകട്ടെ മലയാളത്തിൻ്റെ മാതാവായും സഹോദരിയൊക്കെയായി മലയാള ഭാഷയെ അടയാളപ്പെടുത്തുന്നു. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭക്തി പ്രസ്ഥാനമാണ്. പാൻ ഇന്ത്യൻ സംസ്കാരത്തിന് ദക്ഷിണേന്ത്യയുടെ ഒരു മികച്ച സംഭാവനയായിരുന്നു ഭക്തി പ്രസ്ഥാനം എന്ന് നമുക്കറിയാവുന്നതാണ്. ഭക്തി പ്രസ്ഥാനത്തിലുള്ള ചില പൊരുളുകൾ ഉൾക്കൊണ്ടാണ് കേരളത്തിലെ നവോത്ഥാനത്തിന് ശ്രീനാരായണ ഗുരു അടിസ്ഥാനം കുറിച്ചതെന്നും പറയാൻ പറ്റും. അത്രയേറെ മികവോടെ നിൽക്കുന്ന ആ ഭാഷ തൻ്റെ വാമൊഴിയാണ് എന്ന്, തൻ്റെ മാതൃഭാഷയാണെന്ന് പറഞ്ഞുകൊണ്ട്, തമിഴ് എല്ലാ അർത്ഥത്തിലും തൻ്റെ മാതൃഭാഷയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വ്യാപരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ മലയാള ഭാഷയിലും എഴുതുന്നു. ചുരുക്കി പറഞ്ഞാൽ 4500 വർഷം പഴക്കമുള്ള തമിഴ് ഭാഷയുടെ സമകാലിക മുഖമാണ് ജയമോഹൻ. അത് ഞാൻ പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ അടുത്ത് ചെന്നൈ ബുക്ക് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കണ്ട ആൾക്കൂട്ടം ഞെട്ടിപ്പിക്കുന്ന തരത്തിലായിരുന്നു. അത്രയേറെ ആൾക്കൂട്ടം. സാധാരണ രജനീകാന്തിൻ്റെ സിനിമ ഇറങ്ങുമ്പോഴാണ് ഓരോ തിയേറ്ററിലും അത്രയേറെ ആൾക്കൂട്ടം കാണാം. അതിന് തുല്യമായിട്ടുള്ള ആളുകളാണ് ജയമോഹന് മാത്രമുള്ള വിഷ്ണുപുരം പബ്ലിക്കേഷൻ്റെ പുസ്തക കടയിലുണ്ട് എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ല. അത്രയേറെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കാര്യത്തിലേക്ക് പറയാം വരുന്നതിന് മുമ്പ് തന്നെ ഈ 2 ദ്രാവിഡത്തിലെ സജീവ ഭാഷകളായ തമിഴിലും മലയാളത്തിലും ഒരുപോലെ എഴുതുന്ന ഒരാളെന്ന നിലയ്ക്കും ശ്രീ ജയമോഹൻ്റെ എഴുത്തനുഭവങ്ങളിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു സർ.
എല്ലാവർക്കും നമസ്കാരം. ദ്രാവിഡ സിംഹാസനങ്ങൾ എന്നൊരു വാക്ക് കാണുന്നുണ്ട്. ഈ വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. തമിഴ് സാഹിത്യകൃതികളിൽ 2000 കൊല്ലം പഴക്കമുള്ള മൊത്തം കൃതികളിൽ ഒരിടത്തും ദ്രാവിഡ എന്നുള്ള വാക്ക് ഇല്ല. അപ്പോൾ ഈ വാക്ക് എവിടെയാണുള്ളത്? ശില്പരത്നാവളി പോലുള്ള ശില്പ ബുക്കുകളുണ്ട്, തന്ത്രസമുച്ചയം പോലുള്ള താന്ത്രിക കൃതികളിലുണ്ട്, പിന്നെ ആഗമങ്ങൾ എന്ന് പറയുന്ന ശൈവ വൈഷ്ണവ ആഗമങ്ങൾ എന്ന് പറയുന്ന കൃതികളിലുണ്ട്. ആഗമങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് വേദങ്ങൾക്ക് ശേഷം നിഗമ ആഗമങ്ങൾ എന്ന് 2 സെറ്റ് ഓഫ് ബുക്സ് ഉണ്ട്. ആഗമങ്ങൾ ക്ഷേത്ര നിർമ്മാണം, ക്ഷേത്ര പൂജ സംബന്ധിച്ചുള്ള വിധികളും അതിൻ്റെ തത്വവും ഫിലോസഫിയും അടങ്ങിയതാണ് ആഗമങ്ങൾ. ആഗമങ്ങൾ ഈ വാക്കുണ്ട്. ഈ കൃതികൾ ഇന്ത്യയെ ചില ഭാഗങ്ങളായി വേർതിരിക്കുന്നുണ്ട്. അതായത് ബംഗാൾ ഭാഗം ഗൗഡം എന്ന് തിരിക്കുന്നുണ്ട്, വേസരം, നാഗരം, അങ്ങനെയാണ് ദ്രാവിഡം എന്ന് തിരിക്കുന്നത്. ഈ കൃതികളെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണയ്ക്കും ഗോദാവരിക്കും നടുക്കുള്ള ഭാഗമാണ് ദ്രാവിഡം. അതിന് സാക്ഷമുള്ള ദേശമുള്ള ഭാഗം വന്നത് ദക്ഷിണം എന്നാണ് പറയപ്പെടുന്നത്, തെക്ക് എന്നാണ്. നടുക്കുള്ള ഭാഗമാണ് ദ്രാവിഡം. അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്നുള്ള ആന്ധ്രയും കർണാടകവും ഒക്കെയാണ് ദ്രാവിഡം. ദ്രാവിഡ രാജ്യത്തിൻ്റെ തെക്കേ എൻഡ് എന്ന് ഒരുപാട് കൃതികളിൽ പറയപ്പെടുന്നത് കാഞ്ചീപുരമാണ്. അതിനുശേഷമാണ് തമിഴ്നാട് എന്നൊരു ധാരണയുണ്ട്. പക്ഷേ സംസ്കൃത കൃതികൾ പലതിലും ദ്രാവിഡ എന്നുള്ള വാക്കുണ്ട്. നിങ്ങൾക്കറിയാം, ശങ്കരാചാര്യർ തിരുஞான സംബന്ധരെ പറ്റി പറയുമ്പോൾ ദ്രാവിഡ ശിശു എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. അപ്പോൾ ഈ വാക്ക് അവിടെ ഉണ്ട്. എങ്ങനെയാണ് ഈ ഐഡിയോളജി, ദ്രാവിഡ ഐഡിയോളജി ഉണ്ടായത് എന്ന് പറഞ്ഞാൽ, ബിഷപ്പ് കാൾഡ്വെൽ തെക്കേ ഇന്ത്യയിലെ ഭാഷകളെ അതിൻ്റെ ഗ്രാമർ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിനെല്ലാത്തിനും ഒരു പൊതു സ്വഭാവം ഉണ്ടെന്ന് കണ്ടെത്തുകയും അതിന് ദ്രാവിഡ എന്നൊരു വാക്ക് എടുത്തു കൊടുക്കുകയും ചെയ്തു. അതിന് മുമ്പ് അയോധ്യദാസ പണ്ഡിതർ എന്ന ദലിത് ചിന്തകൻ, പലർക്കും പേരറിഞ്ഞിട്ടുണ്ടാവില്ല, ഇന്ത്യൻ ദലിത് പ്രസ്ഥാനത്തിൻ്റെ മുന്നോടിയിലുള്ള ഒരാളാണ് അയോധ്യദാസ പണ്ഡിതൻ. അദ്ദേഹം ദലിതരെ ആദി ദ്രാവിഡർ എന്നൊരു വാക്കുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. ദ്രാവിഡൻ എന്നൊരു പ്രസിദ്ധീകരണം അദ്ദേഹം നടത്തിയിരുന്നു. ഇങ്ങനെയാണ് ദ്രാവിഡ എന്നുള്ള ആ വാക്ക് വരുന്നത്. 2 അർത്ഥത്തിൽ ഈ വാക്ക് ഇന്ന് പ്രയോഗത്തിലുണ്ട്. ഒന്ന് രാഷ്ട്രീയത്തിൽ ഒരു സെൽഫ് ഐഡൻറ്റിറ്റിയായി ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ആയിട്ട് ഈ വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയും. ദ്രാവിഡർ കഴകം, പിന്നെ അതിൽ നിന്നും ദ്രാവിഡ മുന്നേറ്റ കഴകം, പിന്നെ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം, പിന്നെ പോയ എല്ലാം ദ്രാവിഡ കഴകങ്ങളാണ്. അത് വേറെ. അതിനെയും സാഹിത്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ദ്രാവിഡ എന്നൊരു വാക്കിനെയും വളരെ വ്യക്തമായി വേർതിരിച്ച് കാണേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ സാഹിത്യത്തിൽ ഒരു കൾച്ചറൽ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ റൂട്ട് എന്ന അർത്ഥത്തിൽ മാത്രമാണ് ദ്രാവിഡ എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നത്. അതായത് തെക്കേ ഇന്ത്യയിലെ ആകമൊത്തമുള്ള ഒരു കൾച്ചറൽ പ്രത്യേകതയെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ദ്രാവിഡ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. രാഷ്ട്രീയത്തിൽ വി എന്നുള്ള ഡിഫിനിഷന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു എഴുത്തുകാരനായി ഇങ്ങനെയുള്ള വി എന്നുള്ള ഡിഫിനിഷനോട് വളരെ പരിപൂർണമായി എതിർപ്പുള്ള ഒരാളാണ് ഞാൻ. വി എന്നുണ്ടെങ്കിൽ ദ അതർ ഉണ്ടാകുന്നുണ്ട്. എഴുത്ത് എന്ന് പറയുന്നത് ഏത് തരം അതറിനും എതിരായിട്ടുള്ളതാണ്. ഞാൻ ദ്രാവിഡൻ, അവൻ മറ്റവൻ എന്ന് പറഞ്ഞാൽ ആ മറ്റവൻ്റെ സൈഡ് നിൽക്കാനായിരിക്കും എഴുത്ത് എപ്പോഴും ഉണ്ടാവുക. എനിക്കതിൽ താല്പര്യമില്ല. അതുകൊണ്ട് ദ്രാവിഡ രാഷ്ട്രീയം ഒരു തരത്തിലും എനിക്ക് സ്വീകാര്യമല്ല. ദ്രാവിഡ ഐഡൻറ്റിറ്റി ഇൻ ക്രിയേറ്റീവ് ലിറ്ററേച്ചർ വളരെ പ്രധാനമാണ്. ഈ ഡൈക്കോട്ടമിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ കാലഘട്ടത്ത് കഴിഞ്ഞ 20 കൊല്ലത്തിന് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ വാക്കിന് വന്നിട്ടുണ്ട്. എന്നു വെച്ചാൽ ഈ രാഷ്ട്രം പോകുന്ന ദിക്ക് അതാണ്. ഈ രാഷ്ട്രം ഒരു തരത്തിൽ യൂണിഫൈഡ് കൾച്ചർ അല്ലെങ്കിൽ ഏകാധിപത്യ സംസ്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഒരിടത്ത് കൊണ്ട് ചേർക്കുകയും ഇത് അവിടത്ത് നിർത്തി അവിടുന്ന് എല്ലാവരും അവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു സംസ്കാരത്തെയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടുവരുന്നത്. അതിനെതിരെ ഇന്ത്യയിൽ സാംസ്കാരിക തലത്തിൽ
ലിറ്ററേച്ചറിൽ, സാഹിത്യത്തിൽ ഒരു 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 എതിർപ്പ് നിലനിർത്തണമെങ്കിൽ ഇതുപോലുള്ള പ്രാദേശിക സാംസ്കാരിക അടയാളങ്ങൾ കൂടുതൽ ശക്തമായി മുമ്പോട്ട് വയ്ക്കേണ്ടതുണ്ട്. പക്ഷേ അപ്പം തന്നെ ഇത് രാഷ്ട്രീയമായി അധർണ ഉണ്ടാക്കാനുള്ള വെറുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമായിട്ടല്ല, ലിറ്ററേച്ചറിൻ്റെ ഒരു അടയാളം എന്ന നിലയ്ക്കാണെന്നുള്ള ഒരു കൃത്യമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് നമുക്ക് വേണമെന്നാണ് ഞാൻ പറയാനുള്ളത്. താങ്ക് യു സർ. ഈ ദ്രാവിഡ ഭാഷ എന്നുള്ള ആശയം ആദ്യമായി ഉണ്ടായിരുന്ന 14-ാം നൂറ്റാണ്ടിലെ ലീലാതിലകത്തിലാണ്. ലീലാതിലകത്തിൽ അങ്ങനെ ദ്രാവിഡം എന്നുള്ളൊരു പദം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ആന്ധ്ര, കന്നഡ, തമിഴ്, മലയാളം ഭാഷകൾക്കുള്ള ബന്ധത്തെ ആസ്പദമാക്കി ഒരു ദ്രാവിഡ ഭാഷാ പരികൽപ്പന അദ്ദേഹം നടത്തിയിട്ടുണ്ട് 14-ാം നൂറ്റാണ്ടിൽ തന്നെ. ഇനി നമുക്ക് സമയം കുറവാണ്, കൂടുതൽ ഇത് ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷനായിട്ട് മാറണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ മലയാളത്തിൽ നെടുമ്പാതയോരം, 100 സിംഹാസനങ്ങൾ, ആന ഡോക്ടർ, ഉറവിടങ്ങൾ, മിണ്ടാപ്പെണ്ണ്, മായപ്പൊന്ന്. ഈ മായപ്പൊന്ന് എന്ന് പറയുന്നത് അദ്ദേഹം കോവിഡ് കാലഘട്ടത്തിൽ ജനങ്ങൾക്ക്, വായനക്കാരെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി ഉണ്ടായതാണ്. അത് പി രാമൻ മലയാളത്തിലേക്ക് അതിമനോഹരമായി വിവർത്തനവും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അദ്ദേഹം ആദ്യം എഴുതിയ റബ്ബർ, വിഷ്ണുപുരം, അതേപോലെ അങ്ങനെ ധാരാളം നോവലുകൾ ഉണ്ടെങ്കിലും ഈ മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഏതാനും കൃതികളുടെ അടിസ്ഥാനത്തിലാണ് മലയാളികൾ സത്യത്തിൽ ജയമോഹനെ മനസ്സിലാക്കുന്നത്. അത് സമ്പൂർണ്ണമല്ല. ജയമോഹനെ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള തമിഴ് കൃതികളെ കൂടിയും മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ആ പുസ്തകക്കട നേരത്തെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഗാന്ധിയെ ഓർത്തുപോയി. അപ്പോൾ ഗാന്ധിക്ക് പോലും ഇങ്ങനെ ഒരു കട ഉണ്ടാവാൻ സാധ്യതയില്ല. അദ്ദേഹം 36,000-ത്തിലധികം പേജുകളെ എഴുതിയിട്ടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ 26,000 പേജുകൾ അദ്ദേഹത്തിൻ്റെ വെൺമുരശിലുണ്ട്. ഏതാണ്ട് 18,000 പുറങ്ങൾ വിഷ്ണുപുരാണത്തിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ എഴുതിയിട്ടുണ്ട്. ഗാന്ധിക്ക് ഒരു പക്ഷേ കടകളുണ്ടാവുക ഗാന്ധി പഠനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഗാന്ധി എന്നുള്ളൊരു പദവും ജയമോഹൻ്റെ കൃതിയിലെ അന്തസത്തയും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ടെന്ന് തോന്നി. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഗാന്ധിയുടെ കാന്തിയാണ് ജയമോഹൻ്റെ കഥകളിലെ രാഷ്ട്രീയ സ്വരം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. 100 സിംഹാസനങ്ങളാവട്ടെ, മിണ്ടാ ചെന്നായി ആകട്ടെ, ആന ഡോക്ടർ ആവട്ടെ, ഇതിലെല്ലാം തന്നെ അതാണ് തെളിഞ്ഞു കാണുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, മിണ്ടാ ചെന്നായി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഗാന്ധിയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും നടത്തിയിട്ടുള്ള സമരത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മെറ്റഫറുകളിലൂടെ ആവിഷ്കരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ സഹനമുണ്ട്, അവിടെ ഭാഷയുണ്ട്, ഇംഗ്ലീഷും പ്രാദേശിക ഭാഷകളും തമ്മിലുള്ള മാത്സര്യങ്ങളുണ്ട്, മേധാവിത്വമുണ്ട്. ഇതൊക്കെ വളരെ മെറ്റഫറിക്കലായിട്ട് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. എനിക്ക് ജയമോഹൻ എഴുതിയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കൃതിയായിട്ട് തോന്നാനുള്ള കാരണം ഈ ഒരു മെറ്റഫറിക്കലായിട്ട് സ്വാതന്ത്ര്യ സമരത്തെ, അതെന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമരമാണ് എന്നും അറിയാം. മേധാവിത്വത്തിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യ സമരം, സഹനത്തിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യ സമരം. അതിലെ അവസാനത്തെ ആ എഴുത്ത് ഭീകരമായിട്ടാണ് തോന്നുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സൂചിപ്പിക്കട്ടെ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ലോകപ്രസിദ്ധനായിട്ടുള്ള ന്യൂറോ ശാസ്ത്രജ്ഞൻ നമ്മുടെ VS രാമചന്ദ്രൻ, തമിഴനായിട്ടുള്ള VS രാമചന്ദ്രൻ, വേദനയ്ക്ക് വേണ്ടിയുള്ളൊരു ന്യൂറോൺ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലുണ്ടെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം ഇട്ടിരിക്കുന്ന പേര് ഗാന്ധി ന്യൂറോൺ എന്നാണ്. അപ്പോൾ ഒരു അഭിമുഖത്തിൽ എന്തുകൊണ്ട് അങ്ങനെ എടുത്തു എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യക്കാരനായതുകൊണ്ടാണ്. വേദനിക്കുന്നവരുടെ വേദന മനസ്സിലാക്കുന്ന ഒരു നാഡിക്ക് ഗാന്ധി എന്നല്ലാതെ ഏത് പേരാണ് ഇടുക എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ആ സ്വരമാണ് മിണ്ടാ ചെന്നൈയിൽ ഞാൻ കേട്ടത്. അത് ഗാന്ധിയുടെ പൊരുൾ എങ്ങനെയാണ് അദ്ദേഹം ഉൾക്കൊണ്ടതെന്നറിയാൻ ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ഒന്നാമതായി, ഇംഗ്ലീഷിൽ എഴുതുന്ന എഴുത്തുകാരാണ് വളരെ കുറച്ച് മാത്രം എഴുതുന്ന എഴുത്തുകാർ. ഇന്നത്തെ ഇംഗ്ലീഷിൽ ഒരാൾ പുസ്തകം എഴുതി കഴിഞ്ഞാൽ പിന്നെ 3 കൊല്ലം പുസ്തകം എഴുതാൻ ആ പബ്ലിഷർ സമ്മതിക്കില്ല. ഈ 3 കൊല്ലവും ലോകം മുഴുവൻ പോയി ആ പുസ്തകം വിറ്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആ എഴുത്തുകാരനുണ്ട്. അപ്പോൾ ഒരു എഴുത്തുകാരൻ വളരെ പ്രോലിഫിക്കായ എഴുത്തുകാരനാണെങ്കിലും ജീവിതം മുഴുവൻ 10 പുസ്തകത്തിൽ മുകളിൽ എഴുതാൻ പറ്റില്ല. പക്ഷേ ഞാൻ മുമ്പുള്ള ജനറേഷനിലെ എഴുത്തുകാരനാണ്. നിങ്ങൾ ക്ലാസിക്
എന്ന് പറയുന്ന കൃതികളുടെ എഴുത്തുകാരെ നോക്കിയാൽ എല്ലാവരും ഒരുപാട് എഴുതിയ എഴുത്തുകാരാണ്. ഞാൻ ഒരുപാട് എഴുതിയ എഴുത്തുകാരനാണ്. എന്തായാലും ഒരു 2-3 ലക്ഷം പേജ് വരും തോന്നുന്നു. പക്ഷേ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയ ബാൽസാക്ക് എഴുതിയ അത്രയും പേജ് ഇനി എഴുതിയിട്ടില്ല. അദ്ദേഹം ഒരു ലൈബ്രറി നിറയ്ക്കുന്ന അത്ര എഴുതിയ ആളാണ്. ദ യൂറോപ്യൻ കോമഡി എന്ന് പറയപ്പെടുന്ന ഒരു സീരിയലിൽ 40ഓളം നോവലുകളും 50ഓളം ചെറുകഥാ സമാഹാരങ്ങളും അതിന് 50ഓളം ലേഖന സമാഹാരങ്ങളും പഠനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പഴയ എഴുത്തുകാരുടെ ആ മിഷൻ എന്താണ്? അവരുടേത് വന്നിട്ട് അവരത് ഒരു എഴുത്തെന്ന് പറയുന്നത് ഒരു വെക്കേഷൻ അല്ല, ഒരു പാഷൻ അല്ല, അതൊരു പഴയ മിഷൻ പോലെ തന്നെയാണ്. 22ാമത് വയസ്സിൽ സെയിൻറ്റ് സേവിയർ എങ്ങനെയാണ് ഒരു പുസ്തകം എടുത്തുകൊണ്ട് കേരള കടപ്പുറത്തൊന്ന് ഇറങ്ങി അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് വരുന്നു, അതുപോലെ ഒരു മിഷനാണ് എഴുതുക അല്ലെങ്കിൽ മരിക്കുക, ചെയ്യുക എന്നുള്ളത് മരിക്കുക. ഞാൻ എഴുത്ത് അങ്ങനെ സ്വീകരിച്ച ഒരാളാണ്. അതുകൊണ്ട് നിരന്തരം എൻ്റെ വായനക്കാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതെല്ലാം പുസ്തകം തന്നെയാണ്. പിന്നെ ഞാൻ ആറ്റൂർ രവിവർമ്മയുടെ സ്റ്റുഡൻ്റാണ്. അതുകൊണ്ട് അപ്രസക്തമായി ഒരു വാക്ക് പോലെ എഴുതാറില്ല. ഒരു കത്തെഴുതിയാൽ തന്നെയും, വ്യക്തിപരമായ ഒരു കത്തെഴുതിയാൽ തന്നെയും അതൊരു നല്ല എഡിറ്റർ വലിയ തിരുത്തം കൊണ്ടുണ്ടാകാതെ പബ്ലിഷ് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയിൽ മാത്രമേ എഴുതുകയുള്ളൂ. ഒരു പ്രസംഗമാണെങ്കിലും ശരി, അല്ല ഒരു ചോദ്യോത്തരമാണെങ്കിലും ശരി, വളരെ പ്രസക്തമായിട്ട് മാത്രമേ പറയുള്ളൂ. അപ്പോൾ എല്ലാം തന്നെ ബുക്കാവും. അങ്ങനെയാണ് പുസ്തകങ്ങൾ വന്നിട്ടുള്ളത്. ഒരുപാട് നോവലുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരു എഴുത്തുകാരനായി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ, ഒന്ന്, ഞാൻ മോഡേണിസത്തിനെതിരായ ആളാണ്. മോഡേണിസം എന്ന് പറയുന്ന ആധുനികത പ്രസ്ഥാനത്തിനെതിരായ ആളാണ്. അതിൽ ഒരു ഇൻ്റലക്ച്വൽ ക്വാളിറ്റി ഉണ്ട്, ഒരു ലോജിക്കൽ ക്വാളിറ്റി ഉണ്ട്, അതിനൊരു സെറിബ്രൽ സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിലേക്ക് വിശ്വസിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇതെല്ലാം മോഡേണിസത്തിൻ്റെ ആൾ. എൻ്റെ ഗുരു സുന്ദരരാമസ്വാമി ഒരു മോഡേണിസ്റ്റാണ്, ഒ വി വിജയൻ, എല്ലാവരും മോഡേണിസ്റ്റാണ്. അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത്. എനിക്കത് ശരിയാവില്ല. എനിക്ക് അൺകൺട്രോളായിട്ട് എൻ്റെ ഇമോഷൻ പുറത്ത് വരുന്ന, എൻ്റെ സബ് പുറത്ത് വരുന്ന എഴുത്താണ് എൻ്റെ എഴുത്ത്. അപ്പോൾ അതെനിക്ക് ശരിയാവില്ല. എന്നാൽ പോസ്റ്റ് മോഡേണിസത്തിലേക്ക് വരികയാണെങ്കിലോ, പോസ്റ്റ് മോഡേണിസത്തിലുള്ള കലഹം അല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിസത്തിലുള്ള എന്താ പറയുക റിബല്യൻ സ്വഭാവം, അത് എനിക്ക് ശരിയാവില്ല. ഞാൻ ഒരു എതിരായിട്ട് പ്രവർത്തിക്കാൻ വന്ന ആളല്ല, ചില കാര്യങ്ങൾ സ്ഥാപിക്കാൻ വന്ന ആളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ എഴുത്ത് എ റൈറ്റിംഗ് ആഫ്റ്റർ മോഡേണിസം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഡേവിഡ് ഫോസ്റ്റർ വാലസ് പോലുള്ള എഴുത്തുകാരുടെ വാക്കുകൾ വായിക്കുമ്പോൾ ഞാൻ എഴുതുന്നത് പോസ്റ്റ് മോഡേണിസം അല്ലെങ്കിൽ ട്രാൻസ് മോഡേണിസം എന്ന് പറയപ്പെടുന്ന ഒരു എഴുത്താണ്. ഇത് ചരിത്രം പുനർനിർമ്മിക്കുകയാണ്, വേറൊരു ചരിത്രം ഉണ്ടാക്കുകയാണ്. പുരാണം പുനർനിർമ്മിക്കുകയാണ്, വേറൊരു പുരാണം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ കെ കുറിച്ച് നിങ്ങൾക്കറിയാം, അതായത് ആന ഡോക്ടർ. അദ്ദേഹം ശരിക്കും ജീവിച്ചിരുന്ന ഒരാളാണ്. 2004 അദ്ദേഹം മരിച്ചുപോയി. 2010 വരെയ്ക്ക് അദ്ദേഹം അങ്ങനെ ഒരാൾ ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് തമിഴ്നാട്ടിലെ എല്ലാ പാഠപുസ്തകങ്ങളിലും അവരുടെ പേരുണ്ട്. എൻ്റെ കഥ തന്നെ 9ാം ക്ലാസ്സിൽ പാഠമായിട്ടുണ്ട്. ഞാനുണ്ടാക്കിയ ഡോക്ടർ കെ ആണ് ചരിത്രത്തിലുള്ളത്. ശരിക്കുള്ള ഡോക്ടർ കെ ചരിത്രത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ മഹാഭാരതം തന്നെ വേറൊരു മഹാഭാരതം ഉണ്ടാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ട്രഡീഷണലായിട്ട് മഹാഭാരത ഉപന്യാസങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് തമിഴ്നാട്ടിൽ. ഈ രേണുകാദേവി, ദ്രൗപദി ദേവി ക്ഷേത്രങ്ങളിൽ ഈ കഥ പറയും. ഈ തമിഴ്നാട്ടിൽ ഇന്ന് പറയുന്ന മഹാഭാരത കഥകളിൽ നല്ലൊരു ഭാഗവും വെൺമുരസിലെ കഥകളാണ്, മഹാഭാരതത്തിലെ കഥയല്ല, ഇതിൽ വേറെ കഥയാണ്. സോ ഇത് ഒരു തരം എഴുത്താണ്. സോ ഒരു എഴുത്തുകാരൻ സംസ്കാരത്തെ തന്നെ റീനറേറ്റ് ചെയ്യണമെങ്കിൽ, എൻറ്റയർ ഹിസ്റ്ററിയെയും സംസ്കാരത്തെയും പുനർനിർമ്മിക്കണമെങ്കിൽ അവൻ ഒരുപാട് എഴുതിയേ മതിയാവും. അതിൽ നിന്നാണ് ഞാൻ ഗാന്ധിയിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം, ചിലർക്ക് അറിയാമായിരിക്കും, തമിഴിൽ ഏറ്റവും പോപ്പുലറായ ഗാന്ധിയെക്കുറിച്ചുള്ള കൃതി ഞാൻ എഴുതിയതാണ്. ഇൻഡ്രയ ഗാന്ധി എന്നാണ് പേര്. ഇൻഡ്രയ ഗാന്ധി എഴുതിയിട്ട് ഒരുപാട് കൊല്ലമായി, 15 കൊല്ലത്തിലേറെയായി. ഇപ്പോഴും തുടർന്ന് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. എല്ലാവരും തമിഴ്നാട്ടിലെ മിക്കവാറും ഗാന്ധിയ പ്രാസംഗികർ കോട്ട് ചെയ്യുന്ന പുസ്തകങ്ങളൊന്നാണത്. അതൊരു ചോദ്യോത്തരമാണ്. ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് എഴുതി തുടങ്ങി, പിന്നെ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. നിരന്തരം ചോദ്യങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി വലിയൊരു പുസ്തകമായി. ഒരു 700ഓളം പേജുള്ള പുസ്തകമാണ്. വളരെ വേഗം അത് ഇംഗ്ലീഷിലേക്ക് വരാൻ പോവുകയാണ്. ആ കൃതി
എഴുതാൻ എന്നെ പ്രചോദിപ്പിച്ചത് ഗാന്ധിയുടെ വ്യക്തിത്വമാണ്. ഗാന്ധിയെ ഞാൻ മനസ്സിലാക്കിയത് 2-3 വ്യക്തികളിൽ കൂടിയാണ്, അല്ലാതെ പുസ്തകങ്ങളിൽ കൂടിയല്ല. ഞാൻ കണ്ട ചില ഗാന്ധിയന്മാരുണ്ടായിരുന്നു. ഒന്ന് ഡോക്ടർ പത്മനാഭൻ ഫ്രം നാഗർകോയിൽ, അദ്ദേഹത്തിൽ നിന്നാണ് ഗാന്ധിയെ കൂടുതൽ അടുത്തറിഞ്ഞത്. പിന്നെ എം ഗോവിന്ദൻ, പിന്നെ ഡോക്ടർ ജി കുമാരപിള്ള, പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം ജഗന്നാഥൻ, കൃഷ്ണമ്മാൾ. അവർ രണ്ടിൽ കൃഷ്ണമ്മാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, 90 വയസ്സായി. ഗാന്ധിയുടെ ഒപ്പം സബർമതിയിൽ ഉണ്ടായിരുന്ന ആളാണ്. വലിയൊരു മഹനീയമായ ജീവിതമുള്ള സ്ത്രീയാണ് ഈ കൃഷ്ണമ്മാൾ. അവരിൽ നിന്ന് മനസ്സിലാക്കിയതാണ് ഗാന്ധി. ഗാന്ധിയെക്കുറിച്ച് ഒരുപാട് പറയാം, പക്ഷെ ഒരു വരി ചുരുക്കി പറയുകയാണെങ്കിൽ ഈ എ ഫിലോസഫി ഇൻ പ്രാക്ടീസ് എന്നാണ് ഗാന്ധിയെ പറയുക. ഫിലോസഫിയെ പ്രാക്ടീസിൽ നിന്ന് എടുക്കുകയും അത് പ്രാക്ടീസിൽ നിർത്തുകയും ചെയ്യുന്ന ഒരാളാണ് ഗാന്ധി. ഇവിടെ ഒരുപാട് ഫിലോസഫേഴ്സ് ഉണ്ട്. പടിഞ്ഞാറൻ ചിന്തകൾ വായിക്കുന്ന സ്വഭാവമുള്ളവർക്കറിയാം, 10 അല്ലെങ്കിൽ 15 കൊല്ലത്തിൽ മുകളിൽ ഒരു ചിന്തകനും അവിടെ നിൽക്കില്ല. നിങ്ങൾ ദരിത എന്ന് കുറേ കാലം മുമ്പ് നമ്മളെല്ലാവരും പറഞ്ഞു. ഇന്ന് ദരിതയെപ്പറ്റി ആർക്കും ഒരു താല്പര്യമില്ല. 10 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ അടുത്ത ആൾ ഇപ്പോൾ ഷിഷാക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നൊരു 10 കൊല്ലം കഴിഞ്ഞാൽ ഷിഷാക്കിൻ്റെ പേര് ആരുടെ ഉണ്ടാവില്ല. പക്ഷേ ഗാന്ധിയെപ്പോലെ ഒരാൾ ചരിത്രത്തിൽ ഉണ്ടാവും. കാരണം പറയുകയല്ല, ചെയ്തു നോക്കുകയും ചെയ്തതിൽ നിന്ന് ദർശനത്തിലെത്തുകയും ദർശനം പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു ഫിലോസഫറാണ് ഗാന്ധി. അങ്ങനെയാണ് ഞാൻ ഗാന്ധിയെ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ ആശയങ്ങൾ, ചിന്തകളെല്ലാം വെറും ചിന്തകളായിരിക്കാൻ പാടില്ല എന്നൊരു ധാരണ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഓരോ തവണ അതൊരു പ്രവർത്തനമാക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ വായനക്കാർക്കറിയാം, തുടർന്ന് പല പ്രവർത്തന ധനങ്ങളുള്ള ഒരാളാണ് ഞാൻ. ഞാനൊരു ഒരു പ്രസ്ഥാനം പോലെ തന്നെ സാഹിത്യം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. കൊല്ലങ്ങളോ അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. തമിഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ അവാർഡുകൾ ഞങ്ങൾ കൊടുക്കുന്നതാണ്. തമിഴിലെ ഏറ്റവും കൂടുതൽ സാഹിത്യ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനം ഞങ്ങളുടെ വിഷ്ണുപുരം എന്നാണ്. ഇവിടെ മാത്രമല്ല, ലണ്ടനിലും അമേരിക്കയിലും ബ്രാഞ്ചുകളുണ്ട്. സാഹിത്യം, ചരിത്രം, മറ്റ് ദാർശനിക പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് നിത്യവനം എന്നൊരു സ്ഥാപനം ഉണ്ടാക്കി അവിടെ ഓരോ വീക്കെൻഡിലും ഓരോ ആഴ്ചയിലും നടത്തുന്നുണ്ട്. നിരന്തരം പ്രവർത്തനത്തിൽ കൂടി ഒരു ചിന്ത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു പരിധിവരെ ഗാന്ധിയെ വളരെ അടുത്ത് ഒപ്പം നടക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് ഗാന്ധി അത്രയും പേജ് എഴുതിയോ അത്രയും പേജ് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഗാന്ധിയുടെ വേറൊരു ഇതുണ്ട്. അതായത് ഗാന്ധിയുടെ എഴുത്തുകളിൽ ഇപ്പോൾ 25,000 പേജ് അല്ല, ഇപ്പോൾ കിട്ടിയ സമാഹാരങ്ങൾ എല്ലാം കൂടെ ചേർത്ത് 75,000 പേജുകൾക്ക് വരെ വരും. അതിൽ നല്ലൊരു ഭാഗം കത്തുകളാണ്. നിറയെ കത്തുകൾ ജർമ്മൻ നാച്ചുറൽ മെഡിസിൻ ആളുകൾക്ക് എഴുതിയിട്ടുള്ള പല കത്തുകളിലെ ഡേറ്റുകൾ കണ്ടാൽ ഭയങ്കര ഫണ്ണിയായിരിക്കും. പിറ്റേ ദിവസം കാലത്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്യുന്നത്. അന്ന് രാത്രി സ്വന്തം മലത്തിൻ്റെ നിറത്തിനെ കുറിച്ച് ഒരു ജർമ്മൻ ഫിസിഷ്യന് ഒരു കത്ത് എഴുതുന്നു ഗാന്ധി. അപ്പം അതിന് തുല്യമായ പ്രാധാന്യം ഇതിനുണ്ട്. ഇവിടെയും അവിടെയുമായി ജീവിക്കാൻ കഴിയും. അത് തന്നെയാണ് ഗാന്ധിയിൽ നിന്ന് ആദ്യം നമ്മൾ പഠിക്കുന്നത് തോന്നുന്നു. താങ്ക് യു സർ. ഗാന്ധിയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയാം. ഇപ്പോൾ സാധാരണ പെരിയാറിസത്തിനോടുള്ള വലിയ വിമർശനം ഗാന്ധി വേണ്ട, ബ്രാഹ്മിൻസ് വേണ്ട, കോൺഗ്രസ് വേണ്ട എന്നുള്ളതാണ്. പക്ഷേ അതേ പെരിയാർ തന്നെ ഗാന്ധി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ എഴുതി ഇന്ത്യക്ക് ഗാന്ധി നാട് എന്ന് പേര് കൊടുക്കണം എന്നുള്ളത്. അതവിടെ ഇരിക്കട്ടെ. ഇനി കുറച്ച് ആലങ്കാരികമായി പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച ആളാണ് ജയമോഹൻ. അത് ടാഗോറിൻ്റെ വിശ്വഭാരതി പോലുള്ള ഒരു സർവകലാശാലയല്ല. നേരെ മറിച്ച് ജെയിംസ് എഫ് ലാഫ് ന്യൂയോർക്കിൽ സ്ഥാപിച്ചൊരു സർവകലാശാലയുണ്ട്. അതിന് ഫ്ലോട്ടിംഗ് യൂണിവേഴ്സിറ്റി എന്നാണ് പറയുക. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം 1926 500 വിദ്യാർത്ഥികളുമായി അവരെ ലോകം പഠിപ്പിക്കുന്നതിന് വേണ്ടി, സയൻസ് പഠിപ്പിക്കുന്നതിന് വേണ്ടി, സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നതിന് വേണ്ടി ജലമാർഗം അദ്ദേഹം യാത്ര ചെയ്തു. സൂയസ് കനാലിലും പനാമ കനാലിലൂടെയും അങ്ങനെ അദ്ദേഹം അവരെല്ലാവരും കൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ സഞ്ചരിച്ച് ഇന്ത്യയിലെത്തുകയും ജപ്പാൻ, ചൈന മുതലായ രാജ്യങ്ങളിലേക്ക് ഗാന്ധിയെ കണ്ടു, മുസോളിനിയെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് വായനക്കാരാണ്.
വായനക്കാർക്ക് വേണ്ടി ചെന്നൈയിൽ താമസിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അത് നേരിട്ട് എനിക്കറിയാം. വായനക്കാരെ കൂടെ കൊടുക്കുന്നതിന് വേണ്ടിയും തമിഴ്നാട്ടിൽ ഒരു സാക്ഷര പൊതുമണ്ഡലം, ഒരു ലിറ്റററി പബ്ലിക് സ്പിയർ ഉണ്ടാക്കുന്നതിന് വേണ്ടി നിതാന്തമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ജയമോഹൻ എന്ന് എനിക്ക് നേരിട്ടറിയാം. എനിക്ക് തോന്നുന്നു ജയമോഹൻ്റെ ആ വായനാ യൂണിവേഴ്സിറ്റിയിലെ അല്ലെ റീഡേഴ്സ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരാണ് കൽപ്പറ്റ നാരായണനും KC നാരായണനും എന്ന് തോന്നാറുണ്ട്. കാരണം അവർ മലയാളികൾക്ക് ജയമോഹൻ എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ള പാഠം പഠിപ്പിക്കുന്നവർ കൂടിയാണ് എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിലും എനിക്ക് അദ്ദേഹം ഇപ്പോൾ സാർ ഇവിടെ സൂചിപ്പിച്ചു അവാർഡ് കൊടുക്കുന്നതിന്. മാത്രമല്ല കുറ്റാലത്തിലെ കവിയരങ്ങ് നമ്മൾ എനിക്ക് തോന്നുന്നു 90കളിൽ ഇങ്ങോട്ടേക്ക് 10-8 കവി അരങ്ങുകൾ അദ്ദേഹം നടത്തി. അവിടെ ഈ 2 ദ്രാവിഡ ഭാഷയിൽപ്പെട്ട കവികളുണ്ട്, തമിഴിൽപ്പെട്ടവരും മലയാളത്തിൽപ്പെട്ട ആളുകളും. അവിടെ നിന്ന് അവിടെ നടത്തിയിട്ടുള്ള ഈ കവിയരങ്ങിൽ നിന്ന് തമിഴ് ഭാഷയോടും സംസ്കാരത്തോടും വർദ്ധിച്ച ഒരു ആരാധന വന്നിട്ടാണ് രാമൻ തമിഴ് പഠിച്ചത് എന്ന് പറയും. രാമൻ തമിഴ് പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജയമോഹൻ്റെ സാഹിത്യം വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണെന്നുള്ള പറയും. അതൊക്കെ ഒരു വലിയൊരു കുതിപ്പായിട്ടാണ് സാക്ഷര പൊതുമണ്ഡലത്തിൽ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വായനക്കാരെ ഒപ്പം കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ജയമോഹൻ്റെ ഒരു പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ JMohan.in എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് ജേർണലിന് ഏതാണ്ട് എനിക്ക് തോന്നുന്ന 60,000-ഓ 70,000-ഓ ഫോളോവേഴ്സ് ഉണ്ട്. അത്രയേറെ ഫോളോവേഴ്സ് നിതാന്തമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത് 5 മണിക്ക് ഒരു എഴുത്തിനിരുന്നാൽ 3 മണി വരെ അദ്ദേഹം അത് തുടരും, ശരീരം മറന്നുകൊണ്ടിട്ടുള്ള ഒരു എംബോഡീഡ് റൈറ്റിംഗ് ആണ് അദ്ദേഹത്തെ ഇന്ത്യൻ റൈറ്റേഴ്സിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേക്കുറിച്ച് വായനക്കാരെ ഒപ്പം നിർത്തുന്ന ഈ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വലിയ നല്ലൊരു വാക്കാണ്. ഓക്കെ, അതായത് വായനക്കാരോട് തുടർന്ന് സംവദിക്കുക, അവരോട് തുടർന്ന് സംഭാഷണത്തിലിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ഒരു ദിവസം ശരാശരിയായി 100 അല്ലെങ്കിൽ 150 കത്തുകൾ എനിക്ക് വരാറുണ്ട്. എല്ലാ കത്തുകൾക്കും മറുപടി എഴുതും. അതിൽ പ്രധാനപ്പെട്ട കത്തുകൾ എൻ്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അതൊരു ഇൻ്റർനെറ്റ് മാഗസിൻ പോലെയാണ്. ഓരോ ദിവസവും 5 പീസ് പബ്ലിഷ് ചെയ്യും. ഓരോ ദിവസവും ഒരു ദിവസം 2 ലക്ഷം പേർ വരയ്ക്കും വായിക്കുന്നുണ്ട്. അങ്ങനെ ലോകം മുഴുവൻ വായനക്കാരുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം തമിഴ് വായനക്കാർ 5 രാജ്യങ്ങളിലായിട്ട് കിടക്കുന്നവരാണ്. മലേഷ്യ, സിംഗപ്പൂർ, ശ്രീലങ്ക, സൗത്ത് ആഫ്രിക്ക, പിന്നെ അമേരിക്ക, കാനഡ കിടക്കുന്ന. അത് അങ്ങനെ ഇത്രയും വായനക്കാരുള്ളതുകൊണ്ട് ഇൻ്റർനെറ്റാണ് കൂടുതൽ ശക്തമായ ഒരു മീഡിയ. ഇവിടെ എല്ലായിടത്തും തന്നെ നമുക്ക് വായനക്കാരുടെ സംഘങ്ങളും ചെറിയ റീഡിംഗ് ഗ്രൂപ്പ്സുകളും ഉണ്ട്. ഇത് ഒരു പ്രവർത്തനം അതെന്തായാലും ഞാൻ പറയാറുണ്ട് 1000 കാലുകളിൽ ഊരുന്നത് പോലെ, അതായത് തേരട്ട 1000 കാല് കൊണ്ട് പോകുന്ന പോലെയാണ് ഒരു പ്രവർത്തനം. അതായത് ഐഡിയലിസം പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് ജീവിതചര്യയായി ഓരോ ദിവസവും നടന്നാലൊഴി അത് ഒരു പ്രവർത്തനമല്ല. അതിന് ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ അത് കാണില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, ഒരു 3 കൊല്ലം മുമ്പ് തമിഴ് വിക്കിപീഡിയ അതിൽ ആര് വേണമെങ്കിൽ വന്ന് എന്ത് വേണമെങ്കിൽ എഴുതാമല്ലോ. അപ്പം നമ്മൾ എന്തെഴുതിയാലും അത് ഒരു ഗ്രൂപ്പ് വന്നത് മാറ്റിമറിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും പ്രോപ്പറായിട്ടുള്ള ഒരു വിക്കിപീഡിയ നമ്മൾ തുടങ്ങാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. തമിഴ് വിക്കി എന്നാണ് അതിൻ്റെ പേര്. തമിഴ് വിക്കി നിങ്ങൾ ഇൻ്റർനെറ്റിൽ അടിച്ച് നോക്കാം. തമിഴ് വിക്കി എന്ന പേരിൽ 2 കൊല്ലം മുമ്പ് ഞങ്ങളൊന്ന് തുടങ്ങി. അതിൽ ഈ 30-40 സുഹൃത്തുക്കളുണ്ട്. അതിൽ ഓരോ എൻട്രി ഇടണം. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് അടിച്ചു നോക്കിയാൽ ഏറ്റവും നല്ല എൻട്രി ഉള്ളത് തമിഴ് വിക്കിയിലാണ്. ഏതാണ്ട് അച്ചടിയിൽ 35 പേജോളം വരുന്ന എൻട്രിയാണ് തമിഴിലുള്ളത്. അങ്ങനെ എൻട്രി ഇടണം. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, ഈ സുഹൃത്തുക്കൾ നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും, നിങ്ങൾ നിന്നില്ലെങ്കിലും ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അത് നിങ്ങളുടെ സൗകര്യം, ഇത് വിടുന്ന പ്രശ്നമല്ല. ഇപ്പം ഇന്ന് കാലത്ത് എണീറ്റ് ഒരു 2 തമിഴ് വിക്കി എൻട്രി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഒരു ദിവസം അത് എവിടെ തന്നെ ആയാലും, ലോകത്തെ ഏത് ദിക്കിലായാലും ഏത് ടൈം സോണിലായാലും
തമിഴ് വിക്കിയിൽ ഒരു വർക്ക് ചെയ്യാതിരിക്കില്ല എന്നുള്ളതാണ് എൻ്റേത്. എനിക്ക് സ്വബോധം ഉണ്ടെങ്കിൽ അത് എണീറ്റ് നിൽക്കുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ ചെയ്യും. അങ്ങനെ ഒരു പ്രവർത്തനം മാത്രമേ തുടർച്ചയായിട്ട് എന്തെങ്കിലും വർത്തിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അതാണ് എൻ്റെ പ്രവർത്തന രീതി. ഇപ്പം ഞാൻ നേരത്തെ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ പോലെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളരെ ഈസിയായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയണം. എല്ലാ കാര്യത്തിലും അതൊരു ജീവിതചര്യയായി, ജീവിതത്തിൽ ഓരോ കാര്യവും ദിവസവും ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അത് മാറ്റുകയും വേണം. എഴുത്തായാലും ചിന്തയായാലും. അതാണ് ഞാൻ ആവർത്തിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളോട് അത് കൊണ്ടുവന്ന് എത്തിക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏതാണ്ട് ഒരു 500-600ഓളം വളരെ അടുത്ത സൗഹൃദം എനിക്കുണ്ട്. അതായത് സൗഹൃദമെന്നേ ഞാൻ പറയാറുള്ളൂ. എൻ്റെ വായനക്കാർ, ഫ്രണ്ട്സ്, ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് അത് ഒരു 20 കൊല്ലം കൊണ്ട് അതൊരു പ്രസ്ഥാനമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത്. താങ്ക് യു. എനിക്ക് ഒരു ചെറിയ ഡൗട്ടുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ജയമോഹൻ്റെ തമിഴിൽ എഴുതിയിട്ടുള്ള കൃതി മലയാളത്തിലേക്ക് അദ്ദേഹം ചെയ്യുന്നു. അതിനെ ഒരു വിവർത്തനമായിട്ട് എനിക്ക് കാണാൻ ഒരിക്കലും പറ്റിയിട്ടില്ല. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ബൈലിംഗ്വൽ സെൻസിബിലിറ്റിയുടെ ആവിഷ്കാരമാണ്. ഒരു ഇരുമൊഴി ഭാവുകത്വം എന്ന് പറയുന്നത് ഒന്നാണത്. അതായത് ഒരാൾ എഴുതുന്ന കൃതി അയാൾ തന്നെ വേറൊരു ഭാഷയിലേക്ക് അത് മാറ്റുമ്പോൾ അതിനെ വിവർത്തനം എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്, മറിച്ച് അത് ഇരുമൊഴി ഭാവുകത്തിൻ്റെ പ്രകടനം. കാരണം അതിലെ മെറ്റഫർ, സിമിലീസ് എല്ലാം മാറുന്നു, രചനകൾ മാറുന്നു. അതിനോടുള്ള സാറിൻ്റെ അഭിപ്രായം എന്താ? അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. ഇത് പലരും എൻ്റെ ഗുരുനാഥനെ പോലെ ഉള്ളവ കേൾപ്പറ്റ നാരായണൻ സാറെല്ലാം ഇവിടെ ഇരിക്കുമ്പോൾ അത് പറയണം. അതായത് തമിഴ് ഭാഷ ഒരു ദ്രാവിഡൻ ഭാഷ, നമ്മളതാണ് ദ്രാവിഡൻ സിംഹാസനങ്ങൾ ഇവിടെ പേര് വെച്ചിട്ടുള്ളത്. തമിഴ് ഭാഷയ്ക്കൊരു പ്രത്യേകതയുണ്ട്. മിക്കവാറും ഒരു സംസ്കൃത വാക്ക് പോലും ഇല്ലാതെ പരിപൂർണമായിട്ട് അത് എഴുതാൻ പറ്റും. ഞാൻ കൊറ്റവൈ എന്ന നോവൽ ആദ്യമായി എഴുതിയത് ഒരു സംസ്കൃത വാക്ക് പോലും ഇല്ലാതെ ആണ്. ചിലപ്പതികാരത്തിൽ ചില ഇളങ്കോ അടികൾ പ്രയോഗിച്ചിട്ടുള്ള സംസ്കൃത വാക്കുകൾ പോലും കൊറ്റവയിലില്ല. വെൺമുരസ് എഴുതിയിട്ടുള്ളത് 26,000 പേജും ശുദ്ധ തമിഴിലാണ് എഴുതിയിട്ടുള്ളത്. സംസ്കൃത ചായ്വ് അതിനില്ല, അതിന് കഴിവുണ്ട്. ഇതിൽ നല്ലൊരു ഭാഗം വാക്കുകളും മലയാളത്തിലും പ്രയോഗിക്കാവുന്നവയാണ്. മലയാളത്തിൻ്റെ വെക്കോപ്പുലറി അല്ലെങ്കിൽ എന്താ പറയുക, അത് വാക്കിൻ്റെ ഭണ്ഡാരം തമിഴാണ്, സംസ്കൃതമല്ല. അങ്ങനെ ആയിരുന്നു. ഇവിടെ മലയാളം പഠിപ്പിക്കുന്നവർക്കറിയാം, പഴയ കണ്ണസരാമായണത്തിനെ കൊണ്ടുപോയി ഒരു തമിഴ് പണ്ഡിതനോട് ഒച്ചയിൽ വായിച്ച് കാണിച്ചാൽ കൃത്യമായി മനസ്സിലാവും. ഇടയ്ക്കുള്ള 1-2 പ്രയോഗങ്ങൾ മാത്രമേ മനസ്സിലാവില്ല. കൃത്യമായ തമിഴ് തന്നെയാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ കവിതകൾ തമിഴ് സ്റ്റേജിൽ അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തമിഴർക്ക് മനസ്സിലാവാതില്ല, എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ എവിടെയോ ഒരു സ്ഥലത്ത് മലയാളത്തിൻ്റെ ആ വെക്കോപ്പുലറിയുടെ ബേസ്മെൻറ്റ് സംസ്കൃതമായിട്ട് ഇവിടെ മാറ്റിയവരാരാണെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള അപ്പർ ക്ലാസ്, അപ്പർ കാസ്റ്റ് ആളുകളാണ്. അതൊരു ഈ കഴിഞ്ഞ 100 കൊല്ലത്തിൽ ഇന്ത്യൻ ഭാഷയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു കുംഭകോണം എന്ന് പറയുന്നത് അതാണ്. മലയാളത്തിൽ ഈ സംസ്കൃത ബേസ് ഉണ്ടായതാണ്. ഈ സംസ്കൃതത്തിൻ്റെ ബേസ് വെച്ചുകൊണ്ട് മലയാളം ഒരിക്കലും ഇന്ന് ഇന്ത്യ മുഴുവൻ അരിച്ചു കിടക്കുന്ന ആ ഏക സംസ്കാരം എന്ന ഒരു ചെളി ചെറുക്കാൻ പറ്റില്ല. ഈവൻച്വലി മലയാളം വൃത്തികെട്ട ഒരു ഹൈന്ദവതയിലേക്ക് പോയിത്തീരും ഈ മലയാളത്തിലുള്ള ഈ സംസ്കൃതം കൊണ്ട് തന്നെ. അതിനെ ചെറുക്കാൻ, സാംസ്കാരികമായിട്ടുള്ള ചെറുക്കാനുള്ള വഴി എന്ന് പറയുന്നത് കൂടുതൽ മലയാളമാവുക എന്നാണ്, കൂടുതൽ സംസ്കൃതമാവുകയല്ല. ഇതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് കാലത്തിന് മുമ്പ് എൻ്റെ ഗുരുനാഥന്മാരുടെ ഗുരുനാഥനായ എം ഗോവിന്ദൻ പച്ച മലയാളം അല്ലെങ്കിൽ നാട്ടുമലയാളം എന്നൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കുകയും പലരും അത് എഴുതി തുടങ്ങുകയും ചെയ്തു. പക്ഷേ അത് വളരെ വേഗം പരാജയപ്പെട്ട് കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർ ആനന്ദ്, ഒ വി വിജയൻ, അവരൊക്കെ സംസ്കൃതത്തിലേക്കാണ് പോയത്. അവരെല്ലാവരും അദ്ദേഹത്തിനെ കൈവെടിയുകയുണ്ടായത്. കാരണം ശരാശരി മലയാളിക്ക് ശ്യാമസുന്ദര പുഷ്പമേ എന്ന് പറഞ്ഞാൽ കവിതയാണ്, കറുത്ത ചന്തമുള്ള പൂവേ എന്ന് പറഞ്ഞാൽ അതെന്തോ നാട്ടുപ്രയോഗമാണ്.
ഈ ഈ സെൻസിബിലിറ്റിയാണ് ഈ ഇന്ത്യ മുഴുവനുള്ള ഒരു 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 ഇന്ത്യ മടുത്തുള്ള ഒരു മേജർ കൺസേണിൻ്റെ അടിമയായി മലയാളിയെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് എനിക്ക് വല്ലാത്ത വെറുപ്പും പുച്ഛമുണ്ട്. അത് ഈ വേദിയിൽ പറഞ്ഞേ പറ്റൂ. വല്ലാത്ത ഒരു പുച്ഛമുണ്ട്. മെയിനായിട്ട് മലയാളത്തിൽ എഴുതാനുള്ള മടിയും അതുകൊണ്ടാണ്. ഇതിവൻ യുവമാരുടെ വൃത്തികെട്ട സംസ്കൃതത്തിലേക്ക് പിന്നെയും ഞാൻ വന്ന് എഴുതിയിട്ട് കാര്യമുണ്ട്. അപ്പോൾ എഴുതണമെങ്കിൽ പച്ച മലയാളത്തിൽ എഴുതണം തന്നെയാണ് ഇവിടെ വന്നത്. അതുകൊണ്ടാണ് എഴുതുമ്പോൾ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്നെ അറിയാതെ വന്നിട്ടുള്ള എല്ലാ സംസ്കൃത വാക്കുകളും എടുത്ത് കളയുക ചെയ്തത്. എൻ്റെ കൃതികൾ വായിച്ചുള്ളവർക്കറിയാം, നല്ല മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്, നല്ല മലയാളത്തിൽ. അതിൻ്റെ വ്യക്തി സ്വഭാവം, അതിൻ്റെ ഒരു പേഴ്സണാലിറ്റി അവിടെ നിന്ന് വരുന്നതാണ്. പക്ഷേ എനിക്ക് മലയാളത്തിൽ ഈ പച്ച മലയാളത്തിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ വായിക്കുന്നവരെല്ലാവരും സംസ്കൃതം എഴുതുന്നവരാണ്. അവരുടെ മുഴുവൻ ഇൻഫ്ലുവൻസിൽ നിന്നും പുറത്തു വന്ന് വേണം ഞാൻ ഈ ഭാഷ ഉണ്ടാക്കാൻ. വളരെ വേറെ അധ്വാനിച്ച് വേണം അത് എഴുതാൻ. അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ കൂടുതൽ എഴുതാതെ അത് സ്വാഭാവികമായിട്ട് എഴുതുന്ന അത്രയും അധ്വാനം എനിക്കിപ്പോൾ കൊടുക്കാൻ കഴിയുന്നില്ല. പിന്നെ വിവർത്തനമല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ എഴുതുന്നത് മലയാളത്തിലേക്ക് പുനർനിർമ്മാണം ചെയ്യുക ചെയ്യുന്നത്. അവർ അപ്പോഴും പുനർനിർമ്മാണം എന്നുള്ള വാക്കാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അപ്പോൾ ശരിക്കും പറയുന്നത് മറു എഴുത്ത് എന്ന് പറയണം. മറു എഴുത്ത് ചെയ്യുന്നത്. അപ്പോൾ മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അത് വളരെ എളുപ്പം. അപ്പോൾ ഉദാഹരണത്തിന് ആന ഡോക്ടറിൽ ഡോക്ടർ കെ ഒരു ചെറിയ പുഴു എടുത്ത് കയ്യിൽ വെച്ചിട്ട് അയാളോട് ചോദിക്കുക, നിനക്ക് തിന്നാൻ ഒരു ആന തന്നെ വേണോ അല്ലടാ എന്ന് ചോദിക്കുക. ഇത് തമിഴിലില്ല, മലയാളത്തിലുള്ള ഒരു പ്രയോഗമാണ്. കാരണം മലയാളത്തിൽ എഴുതുമ്പോൾ ആന ഡോക്ടർ മലയാളം സംസാരിച്ചു തുടങ്ങിയപ്പോൾ വന്ന ഒരു പ്രയോഗമാണ്. അത് തമിഴിലില്ല. അങ്ങനെ എല്ലാ കൃതികളും മലയാളത്തിൽ വേറൊരു വെർഷനിലേക്ക്, വേറൊരു ഭാവത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. താങ്ക് യു. സിനിമയെക്കുറിച്ച് ഞാനൊന്നും ചോദിക്കുന്നില്ല, ആ ചോദ്യം അവിടെ നിന്ന് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞിട്ടത് പ്രേക്ഷകർക്ക് വിടാം എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പുലർച്ചെ ഒരു സ്വപ്നം കണ്ടു. പുലർച്ചെ കണ്ട സ്വപ്നം ഫലിക്കുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ കൃഷ്ണമ്മാൾ ജഗന്നാഥൻ്റെയും ശങ്കരലിംഗ ജഗന്നാഥൻ്റെയും ജീവിതത്തെ ആസ്പദമാക്കി ജയമോഹൻ ഒരു നോവൽ എഴുതി അതെനിക്ക് തന്നു എന്നുള്ളതാണ് ആ സ്വപ്നം. കാരണം ജയമോഹൻ്റെ രാഷ്ട്രീയം മൈക്രോ പൊളിറ്റിക്സ് ആണ്. അദ്ദേഹത്തിൻ്റെ ഈ ഗാന്ധിസത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിലാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് മൈക്രോ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം പറയുന്നതായിരിക്കുമല്ലോ. പോളിറ്റിക്സ് വേറെ, മൈക്രോ പൊളിറ്റിക്സ് വേറെ. മൈക്രോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ അയാളെപ്പോലുള്ള ഒരു 4-5 വ്യക്തികൾ ചേർന്ന് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന രാഷ്ട്രീയമായ പ്രവൃത്തികളാണ്. അല്ലെങ്കിൽ അത് മിക്കവാറും ഗാന്ധിയൻ പ്രവൃത്തികൾ അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ സുഹൃത്തായ മധു മഞ്ചരി എന്ന പെൺകുട്ടി ഒരു ആർക്കിടെക്റ്റായിരുന്നു. അവർ ജോലി വെടിയുകയും തമിഴ്നാട്ടിൻ്റെ ഉൾപ്രദേശങ്ങളിലെ പണ്ടുണ്ടായിരുന്ന ഇപ്പോൾ നശിച്ചു പോയ കിണറുകൾ വീണ്ടെടുക്കുന്ന ഒരു പ്രവർത്തനം തുടങ്ങുകയും ഇതിനകം തന്നെ 100 കിണറുകൾ കുഴിച്ച് ശുദ്ധമാക്കി ജനങ്ങൾക്ക് കൊടുക്കുകയും അതിലൂടെ ഈ വെള്ളം, സ്വന്തം വെള്ളത്തിനുള്ള അവരോടുള്ള അവകാശം അവരെ കൊണ്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതൊരു മൈക്രോ പോളിറ്റിക്സാണ്. അങ്ങനെയുള്ള മൈക്രോ പോളിറ്റിക്സുകൾ വഴി മാത്രമേ ജനങ്ങളിലുള്ള ചിന്ത മാറാൻ പറ്റുള്ളൂ, ജനങ്ങളുടെ ഐഡിയോളജി മാറുകയുള്ളൂ. അന്റോണിയോ ഗ്രാംഷി പറഞ്ഞ പോലെ സിവിൽ സൊസൈറ്റിയിൽ പാലിൽ നെയ് പോലെ കലർന്നിരിക്കുന്ന ആ ഐഡിയോളജി അല്ലെങ്കിൽ ഹെഗിമോണി മാറുകയുള്ളൂ. അത് മാറ്റിയാൽ മാത്രമേ രാഷ്ട്രീയം മാറുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പറായിരുന്നു കൊണ്ട് ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനമേ അല്ല. അത് നേതാക്കന്മാരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒപ്പം നിൽക്കലാണ്. വല്ലത് നക്കാപ്പിച്ച കിട്ടുകയാണെങ്കിൽ ലാഭകരമാണ്. മറ്റ് അത് വിശ്വസിച്ച് പോകുന്നവൻ ഒരു മണ്ടനും അവസാനം നിരാശയിലേക്ക് പോകുന്ന ആളുമാണ്. അതുകൊണ്ട് കഴിഞ്ഞ 30 കൊല്ലമായി ഈ മൈക്രോ പോളിറ്റിക്സിനെ കൂടുതൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും അതിന് ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി എനിക്കുണ്ട്. ഒരുപാട് സമ്മേളനങ്ങൾ, മീറ്റിങ്ങുകൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഒരു സമ്മേളനം മൈക്രോ പൊളിറ്റിക്സ് ആക്ടിവിസ്റ്റുകളുടെ ഒരു സമ്മേളനം ഈ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊരു ഐഡിയലിസ്റ്റിക് പ്രവർത്തനമാണ്. ഒരു ഐഡിയലിസത്തിൽ ഊന്നിക്കൊണ്ടുള്ള
ചെറിയ പ്രവർത്തനമാണ്. ചെറുതാണെങ്കിൽ പോലും, ചെറിയ പ്രവർത്തനമാണെങ്കിൽ പോലും വലിയ തോതിൽ അതിനൊരു ഒരു ഒരു റിസൾട്ടുണ്ട്. ഇപ്പോൾ കൃഷ്ണമാൾ ജഗന്നാഥൻ കഴിഞ്ഞ 40 കൊല്ലമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മെമ്പറല്ല. പക്ഷെ അവർ ചെയ്ത പോലത്തെ ഇത്രയേറെ ഉത്ബോധനം അല്ലെങ്കിൽ ബോധം ഉണ്ടാക്കുക മറ്റൊരാളും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടെത്തിക്കുകയാണ് ഞാനിന്ന് ചെയ്തു വരുന്നത്. അപ്പോൾ അതിൽ നെഗറ്റിവിറ്റി ഉണ്ടാവില്ല. മെയിനായിട്ട് രാഷ്ട്രീയം നമുക്ക് തരുന്നത് നെഗറ്റിവിറ്റിയാണ്. അതായത് എതിർപ്പ് മനസ്സാണ്. എതിർപ്പ് എന്നല്ല, മലയാളിയുടെ ഒരു സ്ഥിരം ഭാവമാണല്ലോ ചെറുത്ത് നിൽപ്പ്. ആ വാക്കായിട്ട് എനിക്കൊരു ഒക്കാനം വരുന്നൊരു വാക്കാണത്. മലയാളത്തിൻ്റെ ക്ലീഷേന്ന് 50 വാക്കുകൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ചെറുത്ത് നിൽപ്പ്. മലയാളി ഒന്നിനും ചെറുത്ത് നിൽക്കാത്ത ഒരു പാവ ആളാണ്. ഒരു മലയാളിയായിട്ട് പറയാണ്, ഒരു കാര്യത്തിനും ഒരു ചെറുത്ത് നിൽപ്പും ഇല്ലാത്ത ഇന്ത്യയിലെ ഏക ജനതകളിലൊന്നാണ് മലയാളി. അവിടെ മിഡിൽ ക്ലാസ്സാണ് 90%. പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാക്ക് ചെറുത്ത് നിൽപ്പാണ്. ഏത് പോസ്റ്റ് ഉണ്ടായാലും ചെറുത്ത് നിൽപ്പ്. ഞാൻ അരുൺമൊഴിയോട് ഫോണിൽ പറഞ്ഞ് കാറിൽ വരികയാണ് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക്. 50 ചെറുത്ത് നിൽപ്പുകളിൽ കൂടി എയർപോർട്ടിലേക്ക് എത്തിയെന്നാണ്. അത് ആ ചെറുത്ത് നിൽപ്പ് ആദ്യം ചെറുത്ത് നിൽപ്പായിട്ട് തുടങ്ങും. പിന്നെ ഈ ചെറുത്തിലുള്ള നിൽപ്പ് അങ്ങില്ലാതാവും. ചെറുത്ത് മാത്രം ഉണ്ടാവും. പിന്നെ ഫേസ്ബുക്കിലുള്ള ചീത്ത പറച്ചിലായിട്ട് തീരും. അടക്കി പിടിച്ച് ആരെങ്കിലും ചീത്ത പറയും ഒന്നും നന്നാവില്ല എന്ന് പറയുമ്പം ഒരു 70 വയസ്സായി ചത്തുപോകും. ഇതാണ് ഒരു ജീവിതം. നെഗറ്റിവിറ്റി ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുള്ളൂ. ഏത് ആദർശത്തിൻ്റെ പേരിലുള്ള നെഗറ്റിവിറ്റി ആണെങ്കിലും അത് ഡിപ്രഷനിലേക്ക് കൊണ്ടുവെക്കുള്ളൂ. ഏതൊരു തരം പ്രവൃത്തിയിലേക്കും നെഗറ്റിവിറ്റി കൊണ്ടുവെക്കില്ല. പക്ഷേ മൈക്രോ പോളിറ്റിക്സ് എന്ന് പറയുന്നത് ജനങ്ങളെ വിശ്വസിക്കുകയും സ്വയം വിശ്വസിക്കുകയും ആദർശത്തിൽ വിശ്വസിക്കുകയും ആ പോസിറ്റിവിറ്റിയിൽ കൂടി മാത്രം ഒരു ജീവിതം മുഴുവൻ ഓരോ ദിവസം എന്നോണം ചെയ്തു കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തിയാണ് മൈക്രോ പോളിറ്റിക്സ് എന്ന് പറയുന്നത്. ഒരു ചെറിയ കാര്യം കൂടി. ഇപ്പോൾ ഒരു സാഹിത്യകൃതിക്ക് സാഹിത്യ വിമർശനത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം ശരിയാണെങ്കിലും നമ്മൾ ജയഹമ്മോൻ്റെ കൃതിക്ക് ഒരു ഗൗരവതരമായിട്ടുള്ള പഠനങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു അത്ഭുതം കണ്ടതുപോലെ പകച്ചു നിൽക്കുകയാണ് വായനക്കാർ. ഞാനത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ദൈവം നിർഭയമായി എഴുതിയ കഥയാണ് ജയഹമ്മോൻ്റെ ജീവിതകഥ എന്നാണ് കൽപ്പറ്റ നാരായണൻ സർ പറയുന്നത്. അതുപോലെ തന്നെ മാതൃഭൂമിയിൽ ഒരു ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് കൊടുത്ത ടൈറ്റിൽ കൊടുങ്കാറ്റ് കുലച്ച കടൽന. ഇങ്ങനെ ചില പ്രയോഗങ്ങളിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ് ഇത്. അതുകൊണ്ട് ഇതിൽ കൂടുതലായിട്ടുള്ള പഠനങ്ങൾ വേണമെന്നുള്ളൊരു ആഗ്രഹം ഞാൻ മുന്നോട്ട് വെച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ചോദിക്കാനുണ്ടാവും നിങ്ങൾക്ക്. അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. അനുവദിച്ച സമയത്തിൽ നിന്ന് 3 മിനിറ്റ് ഞങ്ങൾ അധികം എടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഇനി ചോദിക്കാവുന്നതാണ്. ജയമോഹൻ സാറിന് എന്നെ പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നത് ജേക്കബ് എബ്രഹാം ആണ്. എൻ്റെ ആദ്യത്തെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട് സാറ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഏറ്റവും പുതുതായിട്ട് വായിച്ചത് മാടൻ മോക്ഷമാണ്. മാടൻ മോക്ഷം നോവൽ ശരിക്കും അടിമുടി ഉലച്ചു കളഞ്ഞൊരു നോവലാണ്. പ്രത്യേകിച്ചും സമകാലിക ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, പുതിയ രാമജന്മഭൂമിയുടെ അയോധ്യയുടെ നിർമ്മാണവും അത് വെച്ചുണ്ടായ ഭാരതീയ രാഷ്ട്രീയവും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അങ്ങേ ഈ മാടൻ മോക്ഷത്തിൻ്റെ രചയിതാവെന്ന നിലയിലും, കാരണം ഈ ദളിത് ബിംബങ്ങളും ദളിത് കാവുകളും അല്ലെങ്കിൽ ദളിത് മാടനും നഷ്ടപ്പെടുന്ന പുതിയ കാലത്തെ അങ്ങ് എങ്ങനെ കാണുന്നു എന്നാണ് എൻ്റെ ചോദ്യം. ഇവിടെ പലർക്കും അറിയാൻ സാധ്യതയില്ല. എൻ്റെ രാഷ്ട്രീയ ലേഖനങ്ങൾ മിക്കവാറും ഇംഗ്ലീഷിൽ ഫ്രണ്ട് ലൈൻ മാഗസീനിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. തുടർച്ചയായി ഇതിനെക്കുറിച്ച് ധാരാളം ലേഖനങ്ങൾ ഫ്രണ്ട് ലൈനിലുണ്ട്. എൻ്റെ കൃതികൾ തുടർച്ചയായി ഇംഗ്ലീഷിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അറം എന്ന പേരിലുള്ള കഥകൾ സ്റ്റോറീസ് ഓഫ് ദി ട്രൂ എന്ന പേരിൽ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. ഇവിടെ വാങ്ങാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. കിട്ടുന്നുണ്ട്. സ്റ്റോറീസ് ഓഫ് ദി ട്രൂ എന്ന പേരിൽ കഴിഞ്ഞ കൊല്ലം ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച വിവർത്തനം ചെയ്യപ്പെട്ട കൃതികളിൽ ഏറ്റവും കൂടുതൽ വിറ്റ കൃതി അത് തന്നെയാണ്. അമേരിക്കയിലെ ആൾട്ട, അമേരിക്കൻ ലിറ്റററി ട്രാൻസ്ലേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഇൻ്റർനാഷണൽ മത്സരത്തിൽ 3ാമത്തെ സ്ഥാനത്തിലെത്തുകയും അതിൻ്റെ വിവർത്തകയ്ക്ക് ഒരു അവാർഡ് കിട്ടുകയും ചെയ്തു. അങ്ങനെ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കൃതിയാണ് സ്റ്റോറീസ് ഓഫ് ദി ട്രൂ.
രണ്ടാമതായിട്ട് ദി അബീസ് എന്ന പേരിൽ എൻ്റെ 7-ാം ലോകം എന്നൊരു നോവൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് എ ഫൈൻ ത്രെഡ് ആൻഡ് അതർ സ്റ്റോറീസ് എന്നൊരു സമാഹാരം വരുന്നുണ്ട്. വിഷ്ണുപുരം ഉൾപ്പെടെ 8 കൃതികൾ ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ മാടൻ മോക്ഷം എഴുതുന്നത് 1988 അപ്പോൾ ഹൈന്ദവത ഒന്നുമില്ല. പിന്നെ അത് വളരെ പ്രശസ്തമായ കൃതിയാണ്. അത് ബംഗാളി ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്, ഒരുപാട് ലോക ഭാഷകളിലൊക്കെ പോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു 4 കൊല്ലം മുമ്പ് ഞാൻ തന്നെ അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ഭാഷാഭൂഷണിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ KC ഭാഷാഭൂഷണിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ കൊല്ലമാണ് അയച്ചു കൊടുത്തു. എന്നിട്ട് KC അതെനിക്ക് മടക്കി അയച്ചിട്ട് പറഞ്ഞു, മലയാള മനോരമയിൽ ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല, ഇന്നുള്ള രാഷ്ട്രീയ ചുതിയിൽ മലയാള മനോരമയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു. അത് മടക്കി കിട്ടി. എന്ന് ഞാൻ ഒരുപാട് കാലം അത് കയ്യിൽ വെച്ചിരുന്നു. അപ്പോൾ ആ KC തന്നെ DC യോട് പറഞ്ഞ് DC കിഴക്കേമുറിയുടെ മകൻ രവി DC എന്നോട് ചോദിച്ച് അങ്ങനെയാണ് DC ബുക്കിലൂടെ ആ പുസ്തകം പുറത്തു വന്നിട്ടുള്ളത്. അത് ഹൈന്ദവതയ്ക്കെതിരായിട്ടുള്ള ഒരു ശക്തമായ ഒരു ശബ്ദമാണ്. ഈ രാമജന്മഭൂമിയെ കുറിച്ച് അവസാനമായി ഈ ലക്കം, ഫെബ്രുവരി ലക്കം ഇതിൽ ഫ്രണ്ട് ലൈനിൽ എഴുതിയ ലേഖനത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആശയം മാത്രം ചുരുക്കി പറയാം. ഞാൻ ഹൈന്ദവത എന്ന് പറയുന്ന ഹിന്ദുത്വ പോളിറ്റിക്സിനെ എതിർക്കുന്നത് ഞാനൊരു ഹിന്ദു അല്ലാതായതുകൊണ്ടല്ല, ഞാനൊരു ഹിന്ദു ആയതുകൊണ്ടാണ്. ഞാൻ നിത്യചൈതന്യയുടെ സ്റ്റുഡൻറ്റും ഡിസൈപ്പിളും നാരായണ ഗുരുവിൻ്റെ അദ്വൈതിക് ട്രഡീഷനിൽ വന്ന ആളും ഫിലോസഫിക്കലായ ഒരു അദ്വൈതം ആയതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. കാരണം സിമ്പിളായിട്ട് നിത്യചൈതന്യതി ഇന്ന് ഡൽഹിയിൽ പോയി 4 ഈ വരച്ചന്മാർ പിടിച്ച് ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്തു പോകുള്ളൂ എന്ന് പറഞ്ഞാൽ നിത്യ എന്ത് പറയും? അവർ നിത്യ അടിച്ചു കൊല്ലുകയുള്ളൂ. ഒരിക്കലും നിത്യ ജയ് ശ്രീറാം പറയില്ല. ഒരു വേദാന്തിയായ നിത്യ ഒരു ദൈവത്തിനെയും പ്രകൃതിച്ചൊന്നും പറയില്ല. അപ്പോൾ നിത്യചൈതന്യതയോ നടരാജ ഗുരുവിനെയോ അടിച്ചു കൊല്ലുന്ന ഒരു സംസ്കാരത്തിനെ എങ്ങനെയാണ് ഞാൻ സ്വീകരിക്കാൻ പറ്റുക? തമിഴ്നാട്ടിലെ ഒരു ശൈവൻ, തമിഴ്നാട്ടിലെ ഒരു ഉറച്ചുള്ള ശൈവൻ, ദീക്ഷ എടുത്ത് കഴുത്തിൽ രുക്താക്ഷ ഇട്ട ഒരു ശൈവൻ ഡൽഹിയിലെ അല്ലെങ്കിൽ മീററ്റിലോ അല്ലെങ്കിൽ അയോധ്യയിലേക്ക് പോയി ഈ പറയുന്ന 4 പേർ പിടിച്ച് അയാളെ അടിച്ച് ജയ് ശ്രീറാം പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ കൊല്ലൂ എന്ന് പറഞ്ഞാൽ അവൻ മരണമായിരിക്കും സ്വീകരിക്കുക. ഒരിക്കലും ജയ് ശ്രീറാം പറയില്ല. കാരണം ഹിന്ദുത്വം എന്ന് പറയുന്ന അല്ലെ ഹിന്ദു മതം അല്ലെ ഹിന്ദു ഫെയ്ത്ത് എന്ന് പറയുന്ന അങ്ങനെ ഒരു ശില രാമൻ എല്ലാവർക്കും ദൈവമല്ല, ശൈവർക്ക് ദൈവമൊന്നുമല്ല. അതിൽ ഒരുപാട് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. ഇത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു കോമ്പൗണ്ട് തോട്ടായിട്ട് അതിരിക്കുമ്പോഴാണ് ഇത്രയും കാലം 3000-4000 കൊല്ലം കൂടെ നിന്ന് വന്നത്. അതിൻ്റെ ഉള്ളിൽ എല്ലാ പ്രതിഷേധങ്ങൾക്കും സ്ഥാനമുണ്ട്, എല്ലാതരം എതിർപ്പുകൾക്ക് സ്ഥാനമുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഒരു ദൈവത്തിനെ കൊണ്ടുവച്ച് അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ വെട്ടിക്കൊല്ലൂ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകുമെന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 50 കൊല്ലത്തിൽ ഹിന്ദുത്വത്തിനെ അല്ലെങ്കിൽ ഹിന്ദു ഫെയ്ത്തിനെ അല്ലെങ്കിൽ ഹിന്ദു ഫിലോസഫിയെ അതിൻ്റെ അന്തസത്തയായിട്ടുള്ള വേദാന്തത്തിനെ നശിപ്പിക്കുന്ന ഒന്നാണ്. ദ വാർ ഈസ് എഗെയിൻസ്റ്റ് വേദാന്ത, നോട്ട് വിത്ത് അതർ റിലിജിയൻസ്. ദ വാർ ഈസ് എസെൻഷ്യലി എഗെയിൻസ്റ്റ് വേദാന്ത. മോഡി അല്ലെങ്കിൽ RSS നയിക്കുന്ന യുദ്ധം രാമകൃഷ്ണ പരമഹംസർക്കും നാരായണ ഗുരുവിനും വള്ളലാർക്കെതിരായ യുദ്ധമാണ്. അതാണ് ഞാൻ ആ ലേഖനത്തിൽ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതായി, ഏതെങ്കിലും രാജ്യത്ത് കഴിഞ്ഞ 50 കൊല്ലത്തിനുള്ളിൽ ഒരു മതം ഒഫീഷ്യൽ മതമായിട്ടോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുണ്ടെങ്കിൽ അടുത്ത 30 കൊല്ലത്തിനുള്ളിൽ ആഭ്യന്തര യുദ്ധം വന്നിട്ടുള്ളതാണ് ചരിത്രം. ഒരിടത്ത് പോലും അതിൽ നിന്ന് ഒരു ഇതില്ല, ഒരു എക്സെപ്ഷൻ ഇല്ല. ഏറ്റവും അടുത്തുള്ളത് ശ്രീലങ്കയാണ്. 1970-കളിലാണ് 69-ലാണ് ബുദ്ധമതം ഒഫീഷ്യൽ മതമായിട്ട് സ്വീകരിച്ചത്. 83-ൽ ലഹള തുടങ്ങി. ഇന്ന് പാപ്പർ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ഒരു രാജ്യം. 25 കൊല്ലം ആഭ്യന്തര യുദ്ധത്തിന് ശേഷം 1 ലിറ്റർ മണ്ണെണ്ണ 1700 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു രാജ്യമായിട്ട് കിടക്കുന്നുണ്ട്.
നമുക്ക് ഒരുപാട് പാഠങ്ങൾ ചുവരിൽ എഴുതി ഇത്ര വലുതായിട്ട് വെച്ചിട്ടുണ്ട്. അന്ധന്മാർക്ക് അത് വായിക്കാൻ പറ്റുന്നില്ല. എഴുത്തുകാർ ആവർത്തിച്ച് അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു. നന്ദി.